അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൽ അത്താഴം സമയത്ത് പതിവാക്കാൻ തയ്യാറാണെങ്കിൽ നീ സമ്പന്നനാകും, ഐശ്വര്യവനായി മാറും. ഈ ഒരു ഇസ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറിമറിക്കും. അത്താഴം സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അൽഹംദുലില്ലാഹ് ഖാലിഖിൽ അനാം വറാസിഖിൽ അവ്വാം വഖാസിമുൽ അഖ്സാം അസ്സലാത്തു വസ്സലാം അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദലി തഹിയ്യത്തി വസ്സലാം. പരിശുദ്ധ റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഫർദിൻ്റെ കൂലി അല്ലേ, ഒരു ഫർദ് ചെയ്താൽ 70 ഫർദ് തന്നെ. എന്നാൽ അത്താഴം സമയത്ത് നാം ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തിന് അള്ളാഹു നൽകുന്നത് 700 പ്രതിഫലമാണ്. 1/700. ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് ഞാൻ പറയുന്ന ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ, ഈ ഒരു തസ്ബീഹ്, തീർച്ചയായും അത്ഭുതം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം പറയുന്ന ഇസ്മുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗമാണ് സുബ്ഹി നമസ്കാരം എന്നുള്ളത്. ഒരിക്കലും അത് ഖളാക്കാൻ പാടില്ല. അത്താഴം കഴിച്ച് സുബ്ഹി നമസ്കാരത്തിൽ കിടന്നുറങ്ങുക ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന, മാതാപിതാക്കളെ നിന്ദിക്കുന്ന ഒരവസ്ഥ, അവരെ അവഗണിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അവരോട് സ്നേഹത്തോടു കൂടി വേണം, അവരെ അനുസരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ദോഷങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിമുക്തരായിരിക്കണം. ഇതൊക്കെ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഭാഗമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ തന്നെ അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകും. പിന്നെ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ അതെന്നും പതിവാക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൂറത്തുൽ വാഖിയ എന്നുള്ളത്. ലഫാഖത്തൻ നബദ, ദാരിദ്ര്യം ഒരിക്കലും വരികയില്ല. സൂറത്തുൽ വാഖിയ പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യമില്ല എന്നാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം ഇസ്തിഗ്ഫാർ പറയുമ്പോഴേക്കും അള്ളാഹു ഐശ്വര്യം നൽകും. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും. അത്താഴം സമയത്ത് ഈ ഒരു തസ്ബീഹ് എൻ്റെ പ്രിയമുള്ളവരെ പതിവാക്കണം. എന്നാൽ നീ ഐശ്വര്യവനാകും. എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. ആ തസ്ബീഹ് ഇങ്ങനെയാണ്: സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. വളരെ എളുപ്പമാണ് പറയാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. എന്നിട്ടും ഐശ്വര്യത്തിൻ്റെ ചില ഇസ്മുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ നിൽക്കുന്ന ഇസ്മുകളാണ്. ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ചുരുങ്ങിയതൊരു 100 തവണമെങ്കിലും അത്താഴ സമയം നാം ചൊല്ലണം. അതോടൊപ്പം യാ ഗനിയു യാ മുഗ്നി, യാ ഗനിയു യാ മുഗ്നി, ഇത് അള്ളാഹുവിനെ വിളിക്കുകയാണ്. യാ ഗനിയു യാ മുഗ്നി. ഇതൊരു 100 പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ അൽ കരീം വൽ വഹാബ് വദുത്തൗലി എന്നുള്ളതും, അൽ കരീം വൽ വഹാബ് വദുത്തൗലി എന്നുള്ളതും ഇതും ഐശ്വര്യത്തിൻ്റെ കവാടം തുറക്കും. ചുരുങ്ങിയത് സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം ഒരു 100 തവണ. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ള ഇസ്മ ഒരു 100 തവണ. പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, നിങ്ങൾക്കും ഇത് ചൊല്ലാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നോമ്പ് നോക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാകാം. അന്നും ഇത് ചൊല്ലുന്നതിന് യാതൊരു പ്രയാസവുമില്ല, ഇത് ചൊല്ലാവുന്നതാണ്. കാരണം ഇത് ഇസ്മുകളാണ്, ഇത് ചൊല്ലുന്നതിന് ബുദ്ധിമുട്ടില്ല. നിരന്തരം യാ വഹാബി യാ അല്ലാഹ് റിസ്ക്കിൽ അത് വിശാലത ഉണ്ടാക്കും.
നമുക്ക് ഇഹത്തിനും പരത്തിനും വിജയിക്കണം. നമ്മുടെ കച്ചവട ബിസിനസ്സുകളിൽ വലിയ പുരോഗതി ഉണ്ടാകണം. ഇതൊന്ന് പതിവാക്കി നോക്ക്. നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, തഖ്വയിലൂടെ നമ്മുടെ ജീവിതം നിലനിർത്തുകയാണെങ്കിൽ നാം അറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു നമുക്ക് ഐശ്വര്യം നൽകും എന്നുള്ളതാണ്. ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അല്ലാഹു ദാരിദ്ര്യത്തെ തൊട്ട് കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം വന്നാൽ അത് വല്ലാത്തൊരു ജീവിതമായിരിക്കും. നമ്മെ തിരിഞ്ഞു നോക്കാനോ സഹായിക്കാനോ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ വരെ നമ്മളെ വെറുക്കാൻ തുടങ്ങും. നമ്മുടെ കയ്യിൽ സമ്പത്തിരിക്കുമ്പോഴാണ് എല്ലാവർക്കും നാം ഇഷ്ടവും സ്നേഹവും എല്ലാവർക്കും ആദരവും ബഹുമാനമൊക്കെ. നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടാൽ പിന്നൊന്നും ഉണ്ടാവില്ല. പിന്നെയാണ് ജീവിതം എന്താണ് എന്നുള്ളത് യാഥാർത്ഥ്യം അറിയുന്നത്. പിന്നെയാണ് ആരാണ് കുടുംബം, ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവൻ, ആരാണ് നമ്മെ യഥാർത്ഥ സ്നേഹിക്കുന്നവൻ, ആരാണ് നമുക്കൊരു എന്നും നമ്മുടെ കൂടെ നിൽക്കുന്നവനെന്ന് നമുക്ക് കൃത്യമായി അറിയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് കുറയണം. മനസ്സിലാക്കും. നോക്കൂ, അടുത്ത ഒരാൾ നല്ല സാമ്പത്തിക കഴിവൊക്കെ ഉണ്ടായ ഒരാൾ, അയാളെ കാണുമ്പോൾ എല്ലാവരും അയാളെ കാണാതെ പതിവില്ലാതെ പെട്ടെന്ന് കാണുമ്പോൾ അയാളുടെ ശരീരവും കോലവും ഒക്കെ കാണുമ്പോൾ ആ മുമ്പത്തെ കോലും ശരീരമൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഒരു മുഖത്ത് ആ ഐശ്വര്യം ഇങ്ങനെ തുടിക്കുന്നുണ്ട്. പതിവില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കഥകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കച്ചവടവും സാമ്പത്തികമെല്ലാം തകർന്നു വല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞത്, ഇതല്ലാതെ വേറെ നിർവാഹമില്ല. എന്തെങ്കിലും പള്ളിയിൽ നിന്ന് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം അയാളോടുണ്ടായ ആ അഭിമാനം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും കൈ കൊടുത്ത് പിരിയാൻ തുടങ്ങി. പക്ഷെ അയാളെ കാണുമ്പോൾ അയാളുടെ മുമ്പത്തെ ജീവിതം ഓർത്തിട്ടാണ് ആളുകൾ അയാളുടെ മുമ്പിൽ പോയതും ഓടിയതും അയാളോടൊന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തിയത്. അയാളുടെ ഈ തകർച്ച കേട്ടപ്പോഴേക്കും എല്ലാവരും അങ്ങ് മാറാൻ തുടങ്ങി. പിന്നെ എനിക്കൊന്നും ഇത് ബാധ്യത ആയി പോകണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും അവരവരുടെ തടി സലാമത്താക്കാനാണ് അവിടെ നോക്കിയത്. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടാൽ സമ്പത്ത്, നമ്മുടെ കച്ചവടം, അതൊക്കെ നാം നന്നായി സ്നേഹിക്കണം. അത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ശ്രമിക്കണം. നമ്മുടെ മക്കളെപ്പോലെ നാം അതിനെ കാണണം. കാരണം സമ്പത്ത് ഉണ്ടാക്കുന്നത് പരിശുദ്ധ ദീനിൽ തെറ്റൊന്നുമല്ല, അത് പ്രോത്സാഹിക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഹറാമിലൂടെ വന്നു പോകരുത് എന്ന് മാത്രമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ദാരിദ്ര്യത്തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. അത്താഴം സമയം പതിവാക്കുക. തീർച്ചയായും അത്ഭുതകരമായ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.